അങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിൽ നിന്ന് വരുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പേടകങ്ങളിൽ മുഖമമർത്തി നെഞ്ചമർത്തി പൊട്ടിക്കരയുകയാണ് ബന്ധുക്കൾ, മക്കൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒക്കെ ആണ് അതിൽ എന്താണ് ഇനി മടങ്ങി വരാത്ത യാത്രയ്ക്ക് തയ്യാറായി കിടക്കുന്നത് എന്നത് അങ്ങേയറ്റം ഹൃദയഭേദകമായ ദുഃഖാർദ്രമായ കാര്യം തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മധ്യവയസ്കൻ എത്രയോ സമയമായി അദ്ദേഹം അവിടെ വളരെ വിങ്ങുന്ന ഹൃദയത്തോടെ കാത്തു നിൽക്കുന്നത് കാണാമായിരുന്നു. ജനപ്രതിനിധികളൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അങ്ങനെ ആശ്വാസവാക്കുകൾക്കൊന്നും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണെപ്പോഴും ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു. സജല നേത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അദ്ദേഹം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപക്ഷെ മകനാകാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവാവാം. അങ്ങനെ ഉറങ്ങുകയാണ് ഇനി ഒരു മടക്കമില്ലാത്ത യാത്രയ്ക്ക്. അങ്ങേയറ്റം ഹൃദയഭേദകമായ, ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ. നമുക്ക് ആശ്വാസവാക്കുകൾ കൊണ്ടൊന്നും അവരുടെ ദുഃഖം അതിന് സമാശ്വസിപ്പിക്കാൻ കഴിയില്ല. അവർ ഇങ്ങനെ അവരുടെ ഓർമ്മകൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് ഈ അപകടം ഉണ്ടായതിനു ശേഷവും ഒക്കെ നമ്മൾ കാണുന്ന അതേ കാഴ്ച അങ്ങേയറ്റം അത് എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ആർത്തലയ്ക്കുന്ന അവസ്ഥയിലേക്ക് ആ കുടുംബാംഗങ്ങൾ ആകെ എത്തി. ഇതായിരിക്കാം ഇനിയും ഈ വീടുകളിൽ ഈ ചേതനയേറ്റ പ്രിയപ്പെട്ടവർ എത്തുമ്പോഴും അവിടുത്തെ കാഴ്ചയും ഇത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം സിബിൻ്റെ എബ്രഹാമിൻ്റെ പിതാവാണ് നേരത്തെ നമ്മൾ കണ്ടത്. രാവിലെ മുതൽ തന്നെ നിൽക്കുകയാണ് എയർപോർട്ടിൽ. നമുക്കറിയാം അത് ആരാലും ആശ്വസിപ്പിക്കപ്പെടാൻ കഴിയാതെ നമ്മൾ ആലോചിച്ച് തന്നെ എങ്ങനെയാണ് എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക, എന്ത് പറഞ്ഞാണ് സിബിൻ്റെ പിതാവ് ആശ്വസിക്കുക. കാര്യം ഈ 9 വർഷമായി കുവൈറ്റിലാണ്. ഓഗസ്റ്റിൽ കുഞ്ഞിൻ്റെ 1ാം പിറന്നാളിൽ വരാനിരിക്കവെയാണ് തേവരോട്ട് കീഴ്വായ്പൂർ പത്തനംതിട്ടയിൽ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ക്യാഷറായിരുന്നു. സിബിൻ്റെ പിതാവാണ്. അപ്പം അങ്ങനെ ഒരുപാട് വേദനകൾ നമ്മൾ ഈ ദിവസം കാണുന്നു. താങ്ങാനാവാത്തതാണ്. ഒരു തർക്കമാക്കാര്യത്തില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിശദീകരിക്കാനോ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും വാർത്തയ്ക്ക് കമൻട്രി പറയുന്ന പോലെ കമൻട്രി പറയാനോ ഒന്നും കഴിയാത്ത തരത്തിൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തൊടുന്ന വേദനയാണ്. ഇവരൊക്കെ നമ്മുടെ കൂടപ്പുറപ്പുകളാണ്, നമ്മുടെ ബന്ധുക്കളാണ്. ഇവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണ്. അപ്പോൾ അങ്ങനെ വലിയ ഹൃദയവേദനയിൽ, ഹൃദയം പൊള്ളുന്ന വേദനയിൽ നാട് നിൽക്കുന്ന നിമിഷങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ദൃശ്യങ്ങൾ. സിബിൻ ടി എബ്രഹാമിൻ്റെ പിതാവ് 32 വയസ്സേ ഉള്ളൂ. മരിച്ച എല്ലാവർക്കും 32 വയസ്സ്, 37 വയസ്സ്. ഷിബു വർഗീസിന് 38 വയസ്സാണ്. ശ്രീഹരിക്ക് 27 വയസ്സാണ്. തോമസ് യുമ്മന് 37 വയസ്സാണ്. സ്റ്റീഫൻ എബ്രഹാം സാബുവിന് കോട്ടയത്തെ സ്റ്റീഫൻ എബ്രഹാം സാബുവിന് 29 വയസ്സേ ഉള്ളൂ. 36 വയസ്സ്. കെ രഞ്ജിത്തിന് 34 വയസ്സ്. ചെർക്കള കാസർഗോഡുകാരൻ. അങ്ങനെ എല്ലാം ജീവിതം തുടങ്ങുന്ന മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ ജീവിതം കരിപ്പിടിപ്പിക്കാൻ എന്തായാലും ഇവിടെ നിന്ന് അന്യനാട്ടിലേക്ക് പോയി ജീവിതം നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും വീടിന് വേണ്ടിയും ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ, അല്ലെങ്കിൽ സഹോദരിമാരുടെ വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും നന്നായി നോക്കുക, തങ്ങളെ ഇത്ര നാളും നന്നായി നോക്കി അച്ഛനെയും അമ്മയും നന്നായി നോക്കുക എന്ന ജീവിത സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി മറ്റു വഴികളില്ലാതെ കടൽ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ അവർ. ചേതനേറ്റ് മടങ്ങി വരിക എന്ന് പറയുന്നത് നാടിന് തന്നെ തീർത്താൽ തീരാത്ത വേദനയാണ്. ഈ വിമാനത്താവളം ഒരുപാട് യാത്രയപ്പുകൾക്കും സ്വീകരണങ്ങൾക്കും സാക്ഷിയായ ഒരു വിമാനത്താവളമാണ്. നമ്മളങ്ങോട്ട് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ പ്രവാസികൾ ബഹുഭൂരിപക്ഷവും പോകുന്നതും വരുന്നതും ഈ വിമാനത്താവളത്തിലാണ്. പോകുമ്പോൾ ഒരു വേർപാടിൻ്റെ ഒരു കണ്ണീരുണ്ടാവുമെങ്കിലും പ്രതീക്ഷയാണല്ലോ പോകുമ്പോൾ. പക്ഷേ ഈ വരവ്, ഈ സ്വീകരണം അത് വല്ലാത്ത സ്വീകരണമാണ്. ഈ വരവ് ഒരു കാലവും നാട് മറക്കാത്ത ഒരു സ്വീകരണമാണ്. ഇത്തരത്തിലൊരു സ്വീകരണം നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. അത്രത്തോളം ആകസ്മിക മരണങ്ങളിൽ നാടിനോട് വിട പറയുന്ന, ബന്ധുക്കളോട് വിട പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് നാട് യാത്രാമൊഴി നൽകുന്ന സങ്കടഭരിതമായ മുഹൂർത്തമാണ്. ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട്, ഞാനും ഒരു പ്രവാസി, ഇത് കാണുമ്പോൾ വല്ലാത്ത ഭയം, കുടുംബങ്ങൾക്ക് സഹിക്കാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രവാസികളും അല്ലാത്തവരുമൊക്കെ ഇത് താങ്ങാനുള്ള കരുത്ത് ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന മാത്രമേ ഈ സമയത്ത് പ്രസക്തമാവുന്നുള്ളൂ. ബാക്കി എന്തു പറഞ്ഞാലും അതിനകത്ത് പ്രത്യേകിച്ചൊരു കഥയില്ല. ഈ തീർത്താൽ തീരാത്ത നഷ്ടമാണ്, തീർത്താൽ തീരാത്ത പുത്രദുഃഖങ്ങളാണ്, തീർത്താൽ തീരാത്ത വൈധവ്യങ്ങളാണ്, തീർത്താൽ തീരാത്ത അനാഥത്വങ്ങളാണ്. അപ്പോൾ അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസവാക്കുകൾ അപ്രസക്തമായി പോകുന്ന, നിഷ്പ്രഭമായി പോകുന്ന വേദനയുടെ മണിക്കൂറുകൾ തന്നെയാണ്. ആംബുലൻസുകൾ തയ്യാറായിരിക്കുന്നു. അല്പസമയം മുൻപാണ് നെടുമ്പാശ്ശേരിയിലേക്ക് ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇറങ്ങിയത്. നാടൊട്ടാകെ അവിടെയുണ്ട്. നാടിൻ്റെ മുഖ്യമന്ത്രി അവിടെയുണ്ട്, നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് അവിടെയുണ്ട്, കേന്ദ്രമന്ത്രിമാർ ഒക്കെ അവിടെയുണ്ട്. അത്
ഈ വേദനയിലും ചെറിയൊരു താങ്ങ്, എന്താ ഈ നാട് കൂടെ ഉണ്ട് എന്നവർക്ക് തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദ പ്രതികരണങ്ങൾ ആരും പ്രതികരിക്കാതെ, അത് പ്രതികരിക്കാനുള്ള സമയം ഇതല്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി പറയുന്ന കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ സമയം അതിൻ്റെ ഒന്നും സമയമല്ല. ഈ സമയം ഏതെങ്കിലും ചർച്ചയുടെയോ ഏതെങ്കിലും വാക്പോരുകളുടെയോ സമയമല്ല. ഇത് വേദനയുടെ, പാനിക്കിൻ്റെ, അഗണിയുടെ, ഹൃദയവേദനയുടെ സമയമാണ്. ആ സമയത്ത് നാടൊന്നാകെ അവർക്കൊപ്പം നിൽക്കുകയാണ്. ആ പ്രവാസി സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയാണ്. പ്രവാസി വേദനകൾക്കൊപ്പം ആ വീട്ടുകാരുടെ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോരോ ആംബുലൻസുകളിലായി ഓരോരോ മൃതദേഹങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നു. ഓരോ ആംബുലൻസിനും ഒരു പോലീസ് എസ്കോർട്ടുണ്ട്. ഓരോ ആംബുലൻസിനെ അനുഗമിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വിലാപയാത്ര എന്ന് തന്നെ അതിനെ വിളിക്കണം. ഒരു സർക്കാർ അകമ്പടിയിൽ, നാടിൻ്റെ അകമ്പടിയിൽ, മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ അകമ്പടിയിൽ ആ വിലാപയാത്ര ഓരോരോ വീടുകളിലേക്ക് എത്തുകയാണ്. ഉറപ്പായും ആ വീടുകളിൽ പിന്നീട് അങ്ങോട്ട് വേദനയുടെ മണിക്കൂറുകൾ തന്നെയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഒരുപാട് പ്രതീക്ഷകളുമായി കടൽ കടന്നുപോയി ഇത്തരത്തിൽ ചേതനയേറ്റ് വരുന്ന ഒരു പ്രവാസി തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്, തൻ്റെ പ്രിയപ്പെട്ട മകന്, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇത്തരത്തിലൊരു സ്വീകരണം അത് താങ്ങാനാവാത്ത ഒന്നാണ്. ആ താങ്ങാനാവാത്ത വേദനയിൽ അത് ആ വീട്ടുകാരുടെ മാത്രം വേദനയല്ല. ഉറപ്പായും പറയാം, യാതൊരു ആലങ്കാരികതയും ഇല്ലാതെ പറയാം, ഇവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പറയാൻ വേണ്ടി പറയുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ ഇവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. ഈ നാടിന് വേണ്ടി പോയി ജീവിക്കുന്നവരാണ്. അവരില്ലെങ്കിൽ, ഈ പ്രവാസി സമൂഹം ഇല്ലെങ്കിൽ നമ്മുടെ നാട് ഇല്ല. ഉറപ്പായും നമ്മുടെ നാടില്ല എന്ന് 100% പറയാം. നമ്മുടെ നാടിന് വേണ്ടി ജീവിച്ച, നമ്മുടെ നാടിന് നട്ടല്ലായി നിന്ന പ്രവാസി സഹോദരങ്ങളുടെ ഒരു കൂട്ടമാണിപ്പോൾ ജീവനില്ലാതെ മടങ്ങി വരുന്നത്. അത് ഓരോരുത്തർക്കും സങ്കടത്തിൻ്റെ, വേദനയുടെ നിമിഷങ്ങളാണ്. ഇപ്പോൾ ആംബുലൻസുകൾ കയറ്റുകയാണ് ഓരോരോ മൃതദേഹങ്ങളായി. ഒരു റീത്ത് അടക്കം, പുഷ്പചക്രമടക്കം അതിൻ്റെ മുകളിലുണ്ട്. ബൊക്കെ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. വേദനയുടെ ബൊക്കെയാണ്, വേദനയുടെ റീത്താണ്. അവ ഓരോ ആംബുലൻസിൽ കയറ്റി ഓരോ വീടുകളിലേക്ക് പോവുകയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ നാട് പന്തളത്തിനും വലിയ വേദനയുള്ള ഒരു സമയമാണ്. പന്തളത്ത് നമ്മുടെയൊക്കെ വീടിനൊക്കെ ഒരുപാട് ദൂരെ അല്ലാത്ത ആകാശ് എന്ന് പറയുന്ന ഒരു യുവാവ്, ചെറുപ്പക്കാരൻ കൂടി കൂട്ടത്തിലുണ്ട്. അങ്ങനെ കൂടുതൽ ചെറുപ്പക്കാരായ 36, 28, 29, 37, 40 മാത്രം വയസ്സ് പ്രായമുള്ള, ജീവിതം തുടങ്ങിയിട്ടുള്ള കുറേയധികം മനുഷ്യരുടെ സ്വപ്നമാണ് ആ വല്ലാത്ത തീപിടുത്തത്തിൽ, ആ വല്ലാത്ത വൈകുന്നേരത്ത് കുവൈത്തിൽ പൊരിഞ്ഞുപോയത്. നാട്ടിലേക്ക് എത്തുകയാണ്. ഈ പ്രവാസികൾക്കൊപ്പം, ഈ പ്രവാസികളുടെ കുടുംബങ്ങൾക്കൊപ്പം ആ വിയോഗം അത് തീർത്താൽ തീരാത്ത നഷ്ടമാണ്. ഒരു തർക്കമാക്കരുത്. ആ നഷ്ടം നികത്താൻ കഴിയില്ല. പക്ഷേ അവരുടെ മുന്നോട്ടുള്ള പോക്കിൽ ഈ നാട് കട്ടയ്ക്ക് കൂടെയുണ്ട്, ഈ സർക്കാർ കട്ടയ്ക്ക് കൂടെയുണ്ട്, ഭരണ സംവിധാനങ്ങൾ അവർക്കൊപ്പം അവരുടെ ഏതാവശ്യത്തിനും കൂടെയുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് ഉറപ്പായുമുണ്ട്. അതുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിപ്പോൾ സഹായധനം, നഷ്ടപരിഹാരം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഈ നഷ്ടത്തിനുള്ള പരിഹാരം, ആ വാക്ക് തന്നെ ശരിയായ വാക്കല്ല, നഷ്ടത്തിനുള്ള പരിഹാരം ആവില്ല. എങ്കിൽ കൂടിയും അവർക്ക് നട്ടല്ലായും താങ്ങായും നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാടിനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈ മണിക്കൂറുകൾ. നാടൊന്നാകെ ആ വിയോഗങ്ങളിൽ വിലപിക്കുന്ന സമയം, നാടൊന്നാകെ ആ വിയോഗങ്ങളിൽ കണ്ണീർ വാർക്കുന്ന മണിക്കൂറുകളാണ്. സാധാരണ ഏതെങ്കിലും ഒരു പ്രവാസി നാട്ടിലേക്ക് വരുന്നത് വലിയ സന്തോഷത്തോടെയാണ്. ഒരു സുഹൃത്ത് പറയുകയായിരുന്നു, ആരും ഉറ്റവരെ കാണാൻ സീറ്റിൽ നിന്ന് ചാടി എണീറ്റില്ല, ആരും വെളിയിലിറങ്ങാൻ തിരക്ക് കൂട്ടിയില്ല, ആരും ഉറ്റവർക്കുള്ള ചോക്ലേറ്റുകൾ കരുതിയില്ല, തണുത്തു വിറച്ച പെട്ടികൾക്കുള്ളിൽ അവരവരുടെ ഊഴത്തിനായി കാത്തുനിന്ന് 4 ആൾ താങ്ങി പുറത്തേക്ക്. എന്തൊരു വേദനാജനകമായ വാർത്തയാണ്, എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്നൊരു സുഹൃത്ത് പറയുകയായിരുന്നു. കാരണം ഈ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്ര ഇങ്ങനെയാണ്. അവർ ഉറ്റവർക്ക് സമ്മാനപ്പൊതികളും ഒക്കെയായാണ് വരുന്നത്. ആ സമയത്ത് വിമാനത്താവളത്തിൽ തന്നെ അവരുടെ ബന്ധുക്കൾ അവരെ കാത്തു നിൽക്കുന്നുണ്ടാവും. വലിയ സന്തോഷത്തോടെയാണ് ആ സമയത്തൊക്കെ അവർ പുറത്തേക്ക് വരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം അത്തരം നിരവധി കാഴ്ചകൾക്ക് പതിറ്റാണ്ടുകളായി സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിൽ പലരും, മധ്യകേരളത്തിലുള്ള പലരും ഈ വിമാനത്താവളത്തിൽ നിന്നാണ് അവരുടെ കുവൈറ്റ് യാത്ര തുടങ്ങുകയും ഇടയ്ക്ക് വരികയും ഇടയ്ക്ക് പോവുകയും ഒക്കെ ചെയ്തത്. ആ വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിലേക്ക് അവർ ചേതനയേറ്റ് അവരുടെ ശരീരമാണ് എത്തിയിരിക്കുന്നത്. അവരെ സ്വീകരിക്കാൻ വാഹനങ്ങളുമായി നാട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സാധാരണ അവരോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളിൽ ചിലർ നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കണ്ണീരടക്കാൻ വയ്യാതെ, എങ്ങനെ സമാധാനിക്കും, മറ്റുള്ളവരെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ അവരുടെ നിശ്ചലമായ ശരീരം ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കുന്ന വല്ലാത്തൊരു കാഴ്ച നമുക്ക് ഈ വിമാനത്താവളത്തിന് പുറത്ത് കാണാം. നമ്മൾ ഈ കുഞ്ഞിൻ്റെ ആദ്യത്തെ പിറന്നാൾ വരുന്നുണ്ട് അടുത്ത മാസം. ആ സമയത്തേക്ക് വരാൻ കാത്തുനിന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നമ്മൾ നേരത്തെയും വായിച്ചതാണ്, കണ്ടതാണ്, അറിഞ്ഞത്. അപ്പോൾ കൈക്കുഞ്ഞുമൊക്കെയായി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ കുഞ്ഞാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ അങ്ങനെയും കൈക്കുഞ്ഞുങ്ങളുണ്ട്.
നമുക്ക് ഏതെങ്കിലും തരത്തിൽ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ദുരന്തം നമ്മളുടെ ചുറ്റും സംഭവിച്ചിരിക്കുന്നു, നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കേരളം അല്ലെങ്കിൽ ഇത് നമ്മളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായതല്ല. ഇത് നാടിനെ ആകെ വല്ലാതെ ബാധിച്ച ഒരു ദുരന്തമാണ്. അല്പസമയത്തിനകം നമ്മൾ ഈ കാണുന്ന ഈ റോഡിലൂടെ, ആ പ്രധാന വഴിയിലൂടെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകും. ആംബുലൻസുകളൊക്കെ സജ്ജമാണ്. അതിനു മുന്നിൽ പോലീസ് വാഹനങ്ങൾ ഉണ്ടാകും. അത് വഴിയൊരുക്കും. പ്രധാനപ്പെട്ട നിരത്തുകളിലൊക്കെ ഇത് ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്കിലൊക്കെ കുടുങ്ങി അവരുടെ അന്ത്യയാത്ര വൈകാതിരിക്കാൻ വേണ്ടുന്ന ക്രമീകരണം ഏർപ്പെടുത്തണം എന്നത് എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ നിലയിൽ അവരുടെ യാത്രയ്ക്ക് വേണ്ടുന്ന സഹായം റോഡിൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ്. ആ കുടുംബത്തെ ചേർത്ത് നിർത്താം. അവരുടെ ദുഃഖം, അതിൻ്റെ ആഘാതം, അതിൻ്റെ ആഴം അത് കുറയ്ക്കാൻ നമ്മളാൽ കഴിയാവുന്നത് നമുക്ക് ചെയ്യാം എന്നതൊക്കെ അല്ലാതെ നമുക്ക് ഈ ഘട്ടത്തിൽ മറ്റൊന്നും അവരോട് പറയാനില്ല. നാട് ഒരുമിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് നൽകാം. ഇവിടുത്തെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ അവരുടെ ബന്ധുക്കളുടെ കൈപിടിക്കുമ്പോൾ അവർക്ക് തോന്നിയതാവാം, അത് തോന്നിയത് ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകും എന്ന തോന്നലായിരിക്കും അവർക്കുണ്ടായത്. ആ തോന്നൽ യാഥാർത്ഥ്യമാകുന്നത് വരെ എല്ലാവരും അവരോടൊപ്പം നിൽക്കും എന്ന് നമുക്ക് കരുതാം. അവർക്ക് വേണ്ടുന്ന സഹായം, അവരുടെ ജീവിതത്തിലെ കരുതൽ, താങ്ങും തണലുമാകാൻ ഈ ഘട്ടത്തിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് അവരുടെ സങ്കടം അതിന് നിവൃത്തി വരുത്താൻ പറ്റില്ല. അത്ര വലിയ ദുരന്തമാണ് അവർക്കുണ്ടായത്, അവർ നേരിട്ടത്, അവർ അനുഭവിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മളത് കാണുകയാണ്. ഇപ്പോഴത്തെ ഓരോ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. തെക്ക് തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്കേറ്റത്ത് കാസർഗോഡിൻ്റെ ഉൾപ്രദേശങ്ങൾ വരെ ഈ ആംബുലൻസുകൾ ഈ മണിക്കൂറിൽ യാത്ര തുടങ്ങുകയാണ്. പലരും ഇന്ന് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ചിലതൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും. ബന്ധുക്കളെ കാത്ത് ചിലർ ഉണ്ട്. കോട്ടയം സ്വദേശി ശ്രീഹരി, കോട്ടയം ഇറ്റിത്താനം സ്വദേശിയാണ് ശ്രീഹരി പ്രദീപ്. സംസ്കാരം ഞായറാഴ്ച 2 മണിക്ക് വീട്ടുവളപ്പിലാണ്. പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, പന്തളം മുടിയൂർക്കോണം സ്വദേശിയാണ് ആകാശ്. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹം ഇന്ന് മാറ്റുന്നുണ്ട്. കാസർഗോഡ് ചേർക്കള സ്വദേശി രഞ്ജിത്ത്, മൃതദേഹം 6 മണിക്ക് മുൻപ് എത്തിയാൽ വീടിന് സമീപത്തെ കുടുംബ ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. അവിടെ പൊതുദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളു, പൊതുദർശനം കാലിക്കടവ് NSS ഓഡിറ്റോറിയത്തിലാണ്. എളമ്പച്ചിയിലെ വീട്ടിൽ പൊതുദർശനം നടക്കും. ശ്മശാനത്തിൽ ഇന്ന് സംസ്കാരം നടക്കും എന്നാണ് അറിയുന്നത്. പത്തനംതിട്ട പാണ്ടനാട് സ്വദേശി മാത്യു തോമസ്, മൃതദേഹം ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ചെങ്ങന്നൂരിൽ നിന്ന് ഏറ്റുവാങ്ങി പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. സംസ്കാരം പിന്നീട് പാണ്ടനാട് യോദ്ധാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ തീയതി തീരുമാനിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, ഷിബുവിന്റെ സംസ്കാരം തിങ്കളാഴ്ച പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ്. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക്. ആംബുലൻസുകൾ പുറപ്പെട്ടു തുടങ്ങുകയാണ്. പോലീസ് വാഹനങ്ങൾ, എല്ലാ ആംബുലൻസുകളും തയ്യാറായി നിൽക്കുന്നു. പോലീസ് വാഹനങ്ങൾ തൊട്ടു മുന്നിലുണ്ട്. ഇപ്പോൾ ഓരോരോ ആംബുലൻസുകളായി പുറപ്പെട്ടു തുടങ്ങുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ വിജയകുമാർ പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒട്ടുമിക്ക ജില്ലകളിലുള്ള പോകാനുള്ള സങ്കട വാഹനങ്ങൾ ഉണ്ട്. ഇപ്പോഴും ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ കയറ്റുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നു. അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും എത്തിയത്. അവർ മടങ്ങി അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം ഓരോരോ മൃതദേഹങ്ങളായി ആംബുലൻസുകളിലേക്ക് കയറ്റുന്നു. ഇപ്പോൾ ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം പോകുന്നത് കാസർഗോട്ടേക്കുള്ള വാഹനമാണ് അന്ന് തോന്നുന്നു, അല്ലേ വിജയകുമാർ? കാസർഗോഡേക്ക് ഇന്ന് കാസർഗോഡ് വൈകിട്ട് 6 മണിയോടെ എത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത്, അതുപോലെ കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളു, രണ്ടുപേരുടെയും മൃതദേഹം ഇന്ന് എത്തിക്കും, വൈകുന്നേരത്തോടെ എത്തുമെന്ന് അറിയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകൾ പോയി എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം അതത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, തമിഴ്നാടിനെ പ്രതികരിച്ചൊരു മന്ത്രി എത്തിയിരുന്നു. മറ്റ് കർണാടക സ്വദേശിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും എത്തിയിരുന്നു. അപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങി അവരുടെ വാഹനങ്ങൾ പോയി എന്നാണ് നമ്മൾ കരുതുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള മറ്റ് ആംബുലൻസുകൾ യാത്ര തുടങ്ങുകയാണ്. പോലീസിൻ്റെ എസ്കോർട്ട് ഉണ്ട്. ഒരു പക്ഷേ ഈ ആംബുലൻസുകളെല്ലാം ഒരുമിച്ചായിരിക്കാം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഒരു ആംബുലൻസ്, അതിന് മുന്നിലൊരു പോലീസ് വാഹനം, ആ നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആംബുലൻസിലേക്ക് ഇതിനോടകം ചില മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. മറ്റു മൃതദേഹങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊല്ലം പുനലൂർ സ്വദേശിയായ സാജൻ ജോർജിൻ്റെ സംസ്കാരം നാളെ മർത്തോമ ചർച്ച് നരിക്കലിലാണ് നടക്കുന്നത്. ഇന്ന് മൃതദേഹം ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അപ്പോൾ ഈ മൃതദേഹം ഇന്ന് സംസ്കാരം നടക്കുന്നില്ലെങ്കിൽ അത് ആശുപത്രികളിലേക്ക്, ആ മോർച്ചറിയിലേക്ക് മാറ്റാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ബന്ധുക്കൾ തീരുമാനിക്കുന്നതനുസരിച്ച് അതിനുള്ള ക്രമീകരണം ചെയ്യുമെന്ന് ഈ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. കൊല്ലം ശൂരനാട് ആനയടിയിൽ സ്വദേശി ഷമീർ പൊതുദർശനം ഇന്ന് വീട്ടിലുണ്ടാകും. കല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഇന്ന് തന്നെ സംസ്കാരം നടക്കും ഉച്ചയ്ക്ക് ശേഷം എന്നാണ് അറിയുന്നത്. തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ മൃതദേഹം ഉച്ചയോടെ ചാവക്കാട് തെക്കൻ പാലയൂരിലെ വീട്ടിലെത്തിക്കും. സംസ്കാരം 2 മണിക്ക് കുന്നംകുളത്ത് നടക്കും. തിരുവനന്തപുരം ആര്യനാട് അരുൺ ബാബു സംസ്കാരം ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നത്. വീട്ടുവളപ്പിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും സഹോദരിയെയും അടക്കം ചെയ്ത അതേ സ്ഥലത്ത് അതിന് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും സംസ്കരിക്കും.